അല്ല, നീ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്ക? എന്തു പറ്റി? വാ, എന്റെ കൂടെ വാ. നിങ്ങൾ എന്തിനാ എന്നെ കൂടെ സോറി പറയിപ്പിച്ചേ? എനിക്കറിയാം എന്റെ പുന്നാര മകൻ ദേഷ്യത്തിലാണെന്ന്. കുറച്ച് ക്ഷമയോടെ ഇരിക്കെ. നീ ഇപ്പൊ അവളോട് വായ കൊണ്ട് മാത്രം സോറി പറഞ്ഞത്. ഞാൻ അവളെ കൊണ്ട് നിന്റെ മുന്നിൽ വെച്ച് കൈയും കാലും പിടിപ്പിച്ച് മാപ്പ് പറയിപ്പിക്കും. പക്ഷെ ആന്റി, ഇതിന്റെ കറുത്ത് എന്താണ്? ആദ്യം ആന്റി എന്നോട് പറഞ്ഞ് അവളുടെ അടുത്ത് പോയി എല്ലാ സത്യവും പറയാം. പിന്നെ ആ സത്യം പറഞ്ഞത് വേണ്ടി അവളുടെ അടുത്ത് തന്നെ എന്നെ കൊണ്ട് സോറിയും പറയിപ്പിച്ചു. രാജതന്ത്രം എന്നാണ് ഇതിനെ പറയുന്നത്. രാജതന്ത്രത്തിൽ അഗ്രഗണ്യനായിട്ടുള്ളവനുണ്ടല്ലോ, രാജ്യം ഭരിക്കുന്നത് അവനായിരിക്കും. എന്തായാലും ഈ കൊട്ടാരത്തിൽ തൽക്കാലം ആ ശരണ്ട രാജഭരണമാണല്ലോ നടക്കുന്നത്. പക്ഷെ സ്കൂളിൽ ആരുടെ ഭരണമാ നടക്കുന്നത്? ആ, നിന്റേതല്ലേ? അപ്പൊ ചെല്ല്, ആ റോജയ്ക്ക് അവൾ ആരാണെന്ന് അവിടെ വെച്ച് കാണിച്ചു കൊടുക്കണം. ഹേയ് റോജ, ഇത്രയും നല്ല കാറുള്ളപ്പോ എന്തിനാടി ഇവിടുത്തെ സൈക്കിളിൽ നീ പോകുന്നേ? ഇതേ നോക്ക്, എത്രമാത്രം വേർത്തിട്ടുണ്ടെന്ന്. ചുമ്മാ ആ മച്ച് ബെറ്റർ. പപ്പ, എന്റെ ഫസ്റ്റ് ഓഫ് സ്കൂളിലേക്ക് ഞാൻ ഈ സൈക്കിളിൽ വരേണ്ടെന്ന് ആഗ്രഹിച്ചിരുന്നു. കാരണം പപ്പയിൽ എനിക്ക് ഈ സൈക്കിള് ഗിഫ്റ്റ് തന്നെ. ഞാൻ ചെന്ന് പാർക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ. അവയ്ക്കെന്റെ കണ്ണുകളാണെങ്കിൽ റോജ, നീയാണ് എന്റെ ഹൃദയം, എന്റെ മനസ്സ്. ഒരുപക്ഷെ എന്റെ മകളെ എന്റെ അടുത്ത് നിന്ന് ആരെങ്കിലും പിരിക്കുകയാണെങ്കിൽ അതെന്റെ ജീവനും എന്റെ ഹൃദയത്തുടുപ്പ് നിർത്തുന്നത് പോലെയാണ്. നീ ഇതിൽ സൈൻ ചെയ്യാതാണല്ലോ വിട്ടത്. ഇന്നാ സൈൻ ചെയ്യ. ശരി. ഇത് പപ്പയുടെ സ്കൂളല്ലേ? യെസ് റോജ, ഇതേ നോക്ക്, പുതിയ നാടാ, പുതിയ മനുഷ്യരാ, പുതിയ സ്കൂൾ. നിനക്ക് പിന്നെ പുതിയ ഫ്രണ്ട്സിനെയും കിട്ടുവിടുന്ന അല്ലേ? എനിക്കറിയാം എന്റെ മോള് കുറച്ച് നെർവസ് ആണെന്ന്. ഈ പുതിയ സ്ഥലത്ത് എന്റെ മോള് റോജ പുതിയ സന്തോഷങ്ങൾ കൊണ്ടുവരുമെന്ന് ഈ അച്ഛൻ അറിയാം. സോ നീ ഈ പുതിയ തുടക്കത്തിന് റെഡിയാണോ? That's my girl. ഈ പാർക്കിങ്ങിന്റെ അവിടെ ഇവളുടെ ഈ സൈക്കിൾ എന്തിനാ കൊണ്ടുവച്ചേക്കുന്നേ? ഓക്കെ പപ്പ, ബൈ. റോജ നിക്ക്. എന്താ ഇത്? ടിറ്റു, അവിടെ ഇരിക്കുന്ന സൈക്കിൾ ആരുടെയാ? ബ്രോ, വീർഗഡിന്റെ വരുംകാലം മഹാറാണിയാണ് ആ ഷൂ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോ നമുക്ക് എങ്ങനെ പകരം ചോദിക്കാൻ കഴിയാ? അദ്ദേഹമൊക്കെ രാജാവായിരിക്കും, അത് അവിടെ വീട്ടില്. ഇത് സ്കൂളാ, ഇവിടെ നമ്മളാണ് ഇവിടുത്തെ മാസ്. ഇവിടെ രാജാവ് വന്ന് എന്തെടുക്കാനാ? നമ്മുടേത്. എപ്പോഴും നിന്റെ ഷൂലേസ് കിട്ടാനായിട്ട് നീ മറക്കുക. ഇതെല്ലാം വളരെ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ താഴെ നീ വിടാലോ. എന്നെ നോക്കാൻ എന്റെ ഈ പപ്പയുള്ളപ്പോ
പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നേ? ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും, ഒരു നിഴല് പോലെ. ഷട, ക്ലാസ്സിൽ ലേറ്റ് ആവുന്നുണ്ട്, നീ പൊക്ക 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 പൊക്ക. ശരി പപ്പ. നിന്റെ മനസ്സിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇല്ലെങ്കിൽ നീ വീണ്ടും വായിച്ച എന്നെ വീണ്ടും വായിക്കാറില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വായിച്ചെന്നോ? ആ, നീ ഇത് വായിച്ചല്ലേ? ഒന്ന് സൈൻ ചെയ്താൽ മാത്രം മതി. മറന്നുപോയെന്ന് തോന്നുന്നു. മറക്കാൻ പാടില്ല, തെറ്റ് വീണ്ടും ചെയ്യരുത്. പക്ഷെ അതിപ്പോ നിനക്ക് ശീലമായി കഴിഞ്ഞു. എല്ലാത്തിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നിനക്കറിയോ? രാജകുടുംബങ്ങളുടെ പേരെഴുതിയ പലകയിൽ കുടുംബാംഗങ്ങളുടെ പേര് മാത്രമേ ഉണ്ടാകാവൂ. ശരൺ നിന്നെക്കുറിച്ച് ഓർക്കാതെ അവന്റെ കുടുംബത്തിന് വേണ്ടി നിന്നെ ഉപേക്ഷിച്ചു പോയവനാണ്. ഇപ്പോഴും അത്, നാളെയും അത് സംഭവിക്കും. റോജ സിംഗ് രജാവർ. പക്ഷെ ഒരു കാര്യം നീ മറക്കാൻ പാടില്ല, നിന്റെ സ്വന്തം മകൻ ഒരു ചെറിയ ചെറിയ തെറ്റ് ചെയ്തു. നീ എന്താണ് ചെയ്തത്? അവനെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇതൊന്ന് പിടിച്ചേ. സമീർ, സമീർ, സമീർ ഒരു മിനിറ്റ് നിൽക്കേ. ഇപ്പൊ സമീർ ചേട്ടൻ എന്താ പറ്റിയത്? സമീർ ഏട്ടൻ അവന്റെ ബൈക്കിനെയല്ല, അവന്റെ ദേഷ്യാണ് റേസ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ അവനെ ആരെ കൊണ്ടും തടുക്കാൻ പറ്റില്ല. ഇനിയാണ് തമാശ ആരംഭിക്കാൻ പോകുന്നത്. നിനക്കറിയാം റോയൽ ഫാമിലിയുടെ നിയമങ്ങൾ എന്താന്ന്? അവർ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഒരു റോയൽറ്റി ഉണ്ടാവും. അതുപോലെ ഈ സൈക്കിൾ നിന്നെപ്പോലെ തന്നെ വെറും കച്ചറയാ. ഈ കച്ചവട സാധനങ്ങൾക്ക് ഡസ്റ്റ്ബിന്നിലാണ് ഇടേണ്ടത്, അല്ല റോയൽ പാർക്കിങ്ങിലല്ല. മനസ്സിലായോ? സമീർ, നീ വീണ്ടും തുടങ്ങിയോ? എന്തുരി അതിന് ഞാൻ എപ്പോഴും നിർത്തിയേ? അതുപോലെ തന്നെ ഇത് നിന്റെ അച്ഛൻ്റെ സോ കോൾഡ് റോയൽ പാലസ് അല്ല, ഞങ്ങളുടെ രക്തമാ. എവിടെ ഞങ്ങളാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷെ നിനക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. കാരണം അറിയോ, നിന്റെ സിരകളിൽ ഓടുന്നത് റോയൽ ബ്ലഡ് അല്ല. ഇനി അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ പ്രൈഡിന് വേണ്ടി എപ്പോഴോ നീ ഈ സ്ഥലം വിട്ട് ഓടിപ്പോയേനെ. എന്താണ് ഇത്? എന്റെ ഫയൽ. ഐ ലൈക്ക് ഇറ്റ്. ഇപ്പൊ തൊട്ട് ഇത് എന്റെയാ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സ്കൂൾ പരിസരത്തും അതുപോലെ പൊതുസ്ഥലങ്ങളിലും വെച്ച് ഇത് വലിക്കരുത്. ബട്ട് ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്. കാരണം നിന്റെ അച്ഛൻ ഒരുപക്ഷെ നിനക്കിതൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ആൻഡ് യു നോ വാട്ട്? ആരുടെ കയ്യിൽ പവർ ഉണ്ടോ അവർക്കതൊരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കേണ്ട ആവശ്യകതയില്ല. ആൻഡ് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, നീ ഇപ്പൊ കാണിക്കുന്ന ഒന്നും പവർ യൂസ് ചെയ്യുന്നതല്ല. ഇതിനെ വിളിക്കുന്നത് ബുള്ളിംഗ് എന്നാ.